വചനവേദിയിലേക്ക് അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കണ്ണുകളടച്ചും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ വചനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൃപയായി ഒഴുകണമേ. നിൻ്റെ വരമാരി എൻ്റെ ജീവിതത്തിൽ ചൊരിയണമേ എന്ന്. അങ്ങയുടെ വചനത്തിൻ്റെ അർത്ഥതലങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണമേ എന്ന്. നമുക്കൊരു ബൈബിൾ ഭാഗം ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 11 മുതൽ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇതാ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. എല്ലാവരും ഇരിക്കുക. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രമരഹിതമായ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം പ്രവേശിക്കുന്നതാണ് ഉയിർപ്പ്. ക്രമരഹിതമായ ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ചൈതന്യം പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു പുതിയ സൃഷ്ടി ഉടലെടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ 2-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ക്രമരഹിതമായ രൂപരഹിതമായിരുന്ന ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചപ്പോഴാണ് അത് ക്രമമുള്ളതും ഭംഗിയുള്ളതുമായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെയും നമ്മുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥകളെയും ക്രമരാഹിത്യമായി കണക്കാക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാനസാന്തര അനുഭവം തന്നെയാണ് ക്രിസ്തു ഉദ്ദേശിക്കുന്ന ഉയർപ്പ്. ഭൗമികമായി ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ജീവൻ്റെ മേൽ പാപത്തിൻ്റെ കയ്പ് വീഴുമ്പോൾ ദൈവത്തിൻ്റെ കുരിശുമരണത്തിലൂടെ, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന കൃപ നമ്മുടെ ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് ഉയർപ്പ്. ജീർണതയിൽ നിന്നുള്ള തിരിച്ചുവരവാണത്. ഉയർപ്പിന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ചില ഘടകങ്ങളുണ്ട്. ഉയർപ്പ് എന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ അർത്ഥമാക്കുക ശരീരത്തിൻ്റെ ഉയർപ്പാണ്. ക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവത്തിൽ പ്രത്യേകമായി നമ്മൾ കാണുന്നത് അവൻ്റെ സങ്കടങ്ങളുടെ രാത്രികൾക്ക് ശേഷം, പീഡാനുഭവങ്ങൾക്ക് ശേഷമുള്ള ഉയർപ്പ് പ്രഭാതത്തിൻ്റെ ആ വലിയ സംഭവമാണ്. പക്ഷെ ഉയർപ്പിന് അതിലുമൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു കൊണ്ടുവന്ന സുവിശേഷം എപ്പോഴും ഉയർക്കുന്നതിൻ്റേതാണ്. ജീവിതത്തിൽ ഉയർക്കാൻ കഴിയാത്തവർക്കായി ഒരു സുവിശേഷമില്ല. ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എപ്പോഴും ഉയർത്ത് നടക്കുന്നവനാണ് ദൈവത്തിൻ്റെ കൃപ ആസ്വദിക്കുവാനായിട്ട് കഴിയുക. സുവിശേഷം തിരിച്ചുവരവിൻ്റെ കഥയാണ്.
വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് മൊത്തമായി നാം നോക്കുകയാണെങ്കിൽ നാം കാണുന്നത് ഒരു ജനതയുടെ ചരിത്രമാണ്. ഒന്നുമല്ലാതിരുന്ന ഒരു ജനതയെ ദൈവം വിളിച്ച് അവർക്ക് പേരും രൂപവും നൽകി, ക്രമം നൽകി, അവരെ ഒരു രാജ്യമായി ഉയർത്തി. അവരുടെ ജീവിതത്തിൽ ഭൗതിക സമൃദ്ധിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകി അലച്ചിലുകൾക്കൊടുവിൽ കാനാൻ ദേശത്തിലേക്ക് അവരെ നയിച്ചു. പക്ഷേ ഭൗമികമായ ഒരു ക്രമവും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ജീവൻ കൊണ്ടുവരുന്നില്ല എന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാനാൻ ഒരിക്കലും ഇസ്രായേലിന് സമൃദ്ധിയുടെ ദേശമാകുന്നില്ല. സ്ഥായിയായ സമൃദ്ധി ഭൗമികമായ ജീവിതത്തിൽ ഇല്ല എന്ന് ചരിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇസ്രായേൽ